അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളക്. നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ അത് കാരണം ഞാനിവിടെ 5 നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗാർലിക്. ഞാനിവിടെ 3 വലിയ ചൊള ഗാർലിക് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മുതൽ 6 വരെ ചെറിയ വെളുത്തുള്ളി എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. നമ്മൾ സാധാരണ മെഴുക്കുരട്ടി ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കണം ഇതിന്. അപ്പൊ ഇത് എടുത്തിരിക്കുന്നത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും വേണം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ പച്ചമുളകും ഉരുളക്കിഴങ്ങും നുറുക്കിയെടുക്കാം. അപ്പൊ ഉരുളക്കിഴങ്ങ് നുറുക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കറുത്തു പോകും. അപ്പൊ അത് കാരണം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് നുറുക്കാൻ തുടങ്ങും. ഞാൻ ഇതുപോലെയുള്ള സൈസ് ആക്കിയാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്. ഇനി ഞാനിത് വെള്ളത്തിലേക്ക് മാറ്റിയിടുക. അപ്പൊ ഉരുളക്കിഴങ്ങ് നുറുക്കി വെച്ചു. പിന്നെ വെളുത്തുള്ളി ചതച്ചു എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നീളത്തിൽ നുറുക്കിയെടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുവാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ മെഴുക്കുരട്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പം കടുക് ഒന്ന് പൊട്ടട്ടെ, അതിനുശേഷം നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പൊ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ല സിമ്മാക്കി വെച്ചിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. അതിനു മുമ്പ് തന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം. ഈ പച്ചമുളക് ചേർക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് മാറി നിന്നിട്ട് വേണം ഇളക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വെള്ളം കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. വെള്ളത്തോടു കൂടി ചേർക്കരുത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നില്ല. സാധാരണ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ ചുമന്ന കളറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നല്ല ഗാർലിക് ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് മെഴുക്കുരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടാത്ത കുട്ടികളെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഇനി ഇത് നമുക്ക് ഫ്ലെയിം സിമ്മാക്കി വെച്ച് നല്ല പോലെ അടച്ചു വേവിക്കാം. ഇനി ഇതിപ്പോ ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി നോൺ സ്റ്റിക് പാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്നൊന്ന് വേകട്ടെ. പകുതി വേഗാവുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് വെന്തോന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടത് ഇപ്പൊ പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക്
ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ബാക്കി ഇതപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഗാർലിക് പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.